മുംബൈയിലെ ലോക്കൽ ട്രെയിനിന്റെ യാത്ര എന്ന് പറയുന്ന ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി പാടുപെടും. അപ്പൊ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ ഇന്നത്തെ ദിവസം നല്ല തിരക്കില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെ സീറ്റൊക്കെ കിട്ടി സ്ലീവാച്ചിനെയും കൊണ്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റി കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ സീവാച്ചിനെയും കൊണ്ട് ഒരു ഓഡീഷന് വേണ്ടി പോവാണ് കേട്ടോ. ഒരു കാസ്റ്റിംഗ് ഏജൻസി നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയാണ് പോകുന്നത്. അവർ എത്രത്തോളം ജെന്യൂൻ ആണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എനിവേ പറഞ്ഞതൊക്കെ അനുസരിച്ച് നമ്മളങ്ങ് പോവാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഉള്ളിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ അല്ലേ, എനിവേ എന്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇച്ചിരി പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ദിവസം ഒന്ന് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേണ്ട അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. എല്ലാം കഴിഞ്ഞു, സെലക്ട് ഒക്കെ ആയി എന്ന് പറഞ്ഞു കേട്ടോ. ഒരു ബ്രാൻഡിന്റെ ഷൂട്ടിന് വേണ്ടി എല്ലാം സെലക്ട് ആയി. പക്ഷെ അവർ രജിസ്ട്രേഷൻ ഫീസ് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി നമുക്ക് എന്താ ഇച്ചിരി കൂടുതൽ എമൗണ്ട് ആയതുകൊണ്ടും അത് പോർട്ട്ഫോളിയോയ്ക്കാണ് അതിനാണ് ഇതിനാണെന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ തൊട്ടേ പ്ലാൻ ഉണ്ടായിരുന്നു. ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും സമ്മതിക്കത്തില്ല, നമുക്ക് ഇനി തിരിച്ചു പോന്നേക്കാമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. അതുകൊണ്ട് നമ്മളത് റിജക്ട് ചെയ്തിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പൊ അതിന്റെ സങ്കടത്തിൽ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ എത്തിയത് മുംബൈയിലെ മലാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് മാർക്കറ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയില്ല, എന്നാൽ പിന്നെ ഒന്ന് മാർക്കറ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ചക്കപ്പഴം കണ്ടപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ആയായിരുന്നു. പിന്നെ ചക്കപ്പഴം നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ, അല്ലെ പിന്നെ ഭയങ്കര സ്മെല്ലൊക്കെ ആയതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ചെറിയൊക്കെ ഷോപ്പിംഗ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.